Hi friends, welcome to once BTech KTU 2024 സ്കീമിലെ ട്രിപ്പിൾ ബ്രാഞ്ചിൻ്റെ DCMT എന്നുള്ള സബ്ജക്റ്റ്, അതായത് DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ, തേർഡ് സെമസ്റ്ററിൽ പഠിക്കുന്ന സബ്ജക്റ്റ് ആയിട്ടുള്ള DC മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോർമർ എന്നുള്ള സബ്ജക്റ്റിൻ്റെ PCEET 303 എന്ന സബ്ജക്റ്റ് കോഡുള്ള ആ സബ്ജക്റ്റിൻ്റെ EMFification ഓഫ് DC ജനറേറ്റേഴ്സ് എന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തൊക്കെ പ്രോബ്ലംസ് നമുക്ക് ചോദിക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. EMFification ഓഫ് DC ജനറേറ്റർ ബന്ധപ്പെട്ട് എന്തൊക്കെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് നമുക്ക് എക്സാമിന് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, നോക്കൂ ഒരു പ്രോബ്ലം. Calculate the EMF generated by a 4-pole wave-wound generator. Calculate the EMF generated by a 4-pole wave-wound generator having 65 slots with 12 conductors per slot. ചോദ്യം മനസ്സിലാക്കി വായിക്കാട്ടോ. When driven at 1200 RPM. When driven at 1200 RPM. The flux per pole is 0.02 Weber. The flux per pole is 0.02 Weber. അപ്പോൾ ആദ്യം പ്രോബ്ലം ഒന്ന് വായിച്ചു. ഇനി നമുക്ക് എങ്ങനെയാ ഒരു പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യേണ്ടത്? ഫസ്റ്റ് നിങ്ങൾ പ്രോബ്ലം ഒന്ന് റീഡ് ഔട്ട് ചെയ്യുക, ജസ്റ്റ് ഒന്ന് വായിക്കാം. അപ്പോൾ ചിലപ്പോൾ മനസ്സിലാവില്ല. അങ്ങനെ കുറേ ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനൊന്നും സമയം ഉണ്ടാവില്ല കേട്ടോ. മുൻകൂട്ടി പഠിച്ചിട്ടാണല്ലോ നമ്മൾ എക്സാമിന് പോവുക. ആദ്യമായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മളൊന്ന് പ്രോബ്ലം ഒന്ന് വായിച്ചു നോക്കും. എന്നിട്ട് രണ്ടാമത് പ്രോബ്ലം വായിക്കുമ്പോൾ നമ്മൾ ആദ്യം എന്താ ഗിവൺ ഡാറ്റാസ് എഴുതുക. ഗിവൺ ഡാറ്റാസ് എന്തൊക്കെയാണ് തന്നിരിക്കുന്ന ഡാറ്റാസ് നോക്കാം. കാൽക്കുലേറ്റ് ദ EMF ജനറേറ്റഡ്. EMF ജനറേറ്റഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. PG കണ്ടുപിടിക്കണം. ജനറേറ്റഡ് EMF EG അതറിയില്ല, അപ്പം ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടു. ബൈ എ 4 പോൾ ആണ്. 4 പോൾ P is equal to തന്നിട്ടുണ്ട് 4. വേവ് വൗണ്ട് ജനറേറ്റർ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റയാണ്. വേവ് വൗണ്ട് ജനറേറ്റർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ വിചാരിക്കുക? വേവ് വൗണ്ട് അതിനെന്താ ഡാറ്റ ഉണ്ട്. വേവ് വൈൻഡിങ് ആണെങ്കിൽ നമ്പർ ഓഫ് ആർമേച്ചർ പാരലൽ പാത്ത് A is equal to 2. വേവ് വൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A is equal to 2. ലാപ്പ് വൈൻഡിങ് ആണെന്ന് പറഞ്ഞാൽ A is equal to നമ്പർ ഓഫ് പോൾസ്. അത് ലാപ്പ് വൈൻഡിങ് ആണെങ്കിൽ A is equal to 4 എന്ന് വന്നേനെ, കാരണം പിയുടെ വാല്യൂ 4 ആണ്. അപ്പോൾ ലാപ്പ് ആണെങ്കിൽ A is equal to P, വേവ് ആണെങ്കിൽ A is equal to 2. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ഡാറ്റ ആട്ടോ. വേവ് എന്ന് വെച്ചാൽ A is equal to 2 നമ്മൾ എഴുതിക്കൊള്ളണം. Having 65 slots with 12 conductors per slot. 65 slots. അപ്പോൾ number of slots 65. 12 conductors per slot. മനസ്സിലായ? conductors per slot. conductors per slot is equal to 12. ഇവിടെ ആൻസർ ഒക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളത് നോക്കണ്ട. ഞാൻ എങ്ങനെയാണ് സ്റ്റെപ്പ് ചെയ്യാന്നുള്ളത് വ്യക്തമായിട്ട് കാണിച്ചു തരാം. conductors per slot എന്ന് വെച്ചാൽ ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ ഉണ്ട്? 12. ആകെ എത്ര സ്ലോട്ട് ഉണ്ട്? 65. ഫ്ലക്സ് പെർ പോൾ വെൻ ഡ്രിവൺ അറ്റ് 1200 RPM. ഈ മെഷീൻ റൺ ചെയ്യുന്നത്, അപ്പോൾ മെഷീൻ്റെ സ്പീഡ് N is equal to 1200 RPM. N is equal to 1200 RPM. ഫ്ലക്സ് പെർ പോൾ ഈസ് 0.02 Weber. ഫ്ലക്സ് പെർ പോൾ ഈസ് 0.02 Weber. ഫ്ലക്സ് പെർ പോൾ എന്ന് പറയുന്നത് 0.02 വെബർ. ഫൈ ഈസ് ഈക്വൽ ടു 0.02 വെബർ. PG കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് പോൾസ് 4 തന്നിട്ടുണ്ട്. വേവ് വൗണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ A is equal to 2 എന്ന് നിങ്ങൾ എഴുതിക്കൊള്ളണം. സ്ലോട്ടുകൾ എത്രയാണ് തന്നിട്ടുണ്ട്? 65 സ്ലോട്ട് ഉണ്ട്. ആർമേച്ചറിലെ സ്ലോട്ടുകൾ, ഗ്രൂവുകൾ. ഒരു സ്ലോട്ടിൽ എത്ര കണ്ടക്ടർ ഉണ്ട്? 12. 1200 RPM മെഷീൻ കറങ്ങണേ. ഒരു ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പോള്, ഒരു മെയിൻ പോള് സ്റ്റേറ്ററിലുള്ള ഫീൽഡ് സിസ്റ്റത്തിലെ ഒരു പോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് എത്രയാ? 0.02 വെബർ. അപ്പൊ എങ്ങനെ EG കണ്ടുപിടിക്കുക? അപ്പൊ ആദ്യം പ്രോബ്ലം വായിച്ചു അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ പ്രോബ്ലത്തെ അപ്രോച്ച് ചെയ്യാം. രണ്ടാമതായിട്ട് പ്രോബ്ലം വായിച്ചു നോക്കി മനസ്സിലായി നമുക്ക് 4 പോളുകൾ ഉണ്ട്, 12 സ്ലോട്ട് ഉണ്ട്, 65 സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ടിൽ 12 കണ്ടക്ടർ ഉണ്ട്. മെഷീൻ കറങ്ങുന്നത് 1200 RPM. ഒരു പോള് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലക്സ് 0.02 വെബർ ആണ്. എങ്കിൽ ആ ജനറേറ്ററിൽ എത്ര EMF ജനറേറ്റ് ചെയ്യും? അപ്പോൾ നമ്മൾ ആദ്യം ഗിവൺ ഡാറ്റാസ് എഴുതി, പിന്നെ ഇവിടെ ഇക്വേഷൻസ് എഴുതുക. ഈ ആൻസർ ഇവിടെ എഴുതിയിട്ടുണ്ട്, പക്ഷെ അത് നോക്കിയിട്ട് മനസ്സിലായില്ലെങ്കിൽ എങ്ങനെ ചെയ്യാന്നുള്ളത് വ്യക്തമായിട്ട് എഴുതി കാണിക്കുകയാണ് ഞാൻ. EG is equal to 5ZN by 60 into P/A. അത് തന്നെയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. P5ZN by 60. നമ്മൾ ഒരു പ്രത്യേക സ്റ്റൈലിൽ പറഞ്ഞു പഠിച്ചിട്ടുണ്ട്. 5ZN by 60 into P/A. ഇനി അറിയാവുന്നതിൻ്റെ വില അത് അതിൻ്റെ ചോട്ടിൽ കൊടുക്കുക. EG എത്രയാ? അറിയില്ല. ഫൈ എത്രയാ? ഫ്ലക്സ് തന്നിട്ടുണ്ട്. എത്രയാ തന്നിരിക്കുന്നത്? എന്താ? 0.02. അപ്പോൾ ഫൈയുടെ വാല്യൂ എഴുതി ഞാൻ 0.02 ഇൻറ്റു സെഡ് എത്രയാ? സെഡ് എന്ന് വെച്ചാൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് തന്നിട്ടില്ല. അപ്പോൾ അത് കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് ഇൻ ദ മെഷീൻ. ആകെ 65 സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ടിൽ 12 കണ്ടക്ടർ ഉണ്ട്. ഒരു സ്ലോട്ടിൽ 12 കണ്ടക്ടർ ഉണ്ട്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് കണ്ടക്ടേഴ്സ് എത്രയാ? 65 × 12.
65 × 12 എത്രയാ? മൾട്ടിപ്ലൈ ചെയ്തോളൂ കാൽക്കുലേറ്ററിൽ. 750 കാൽക്കുലേറ്റർ ചെയ്തോളൂ. അപ്പൊ ആകെ 65 സ്ലോട്ട് ഉണ്ട്. ഒരു സ്ലോട്ടിൽ 12 കണ്ടക്ടർ ഉണ്ട്. അപ്പൊ ടോട്ടൽ കണ്ടക്ടേഴ്സ് എത്രയാ? 65 × 12. 65 × 12 എത്രയാ? 750, 780. അപ്പൊ സെഡിന്റെ വാല്യൂ കിട്ടി 780 ഇൻറ്റു. അപ്പോൾ എന്താണോ കണ്ടുപിടിക്കേണ്ടത്, ഗിവൺ ഡാറ്റാസ് എഴുതി കഴിഞ്ഞാൽ എന്താണോ കണ്ടുപിടിക്കേണ്ടത് അതിന്റെ ഇക്വേഷൻ എഴുതി ആ ഇക്വേഷനിൽ അറിയാവുന്ന പാരാമീറ്ററുകൾക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അറിയാത്ത എന്തെങ്കിലും പാരാമീറ്റർ ഉണ്ടെങ്കിൽ വേറെ ഇക്വേഷന്റെ സഹായത്തോടെ കണ്ടുപിടിക്കുക. ആ കണ്ടുപിടിച്ചതിന് ശേഷം ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ആൻസറിലേക്ക് എത്തുക. കഴിഞ്ഞു. ദാറ്റ്സ് ഓൾ. ഇത്രേ ഉള്ളൂ. ഇതാണ് അതിന്റെ മെത്തേഡ്. അപ്പോൾ മെയിൻ ഇക്വേഷൻ എഴുതിയിട്ട് അതിലേക്ക് വേണ്ട പാരാമീറ്ററുകൾ ഓരോന്നോരോന്ന് കണ്ടുപിടിക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ അതിന് വേണ്ട വേറെ ഇക്വേഷൻസ് വഴിയുണ്ട്. അത് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. n എത്രയാ? സ്പീഡ് അത് തന്നിട്ടുണ്ട് 1200. അപ്പോൾ 5 × z × n 1200 ഇൻറ്റു പി എത്രയാ? പി 4 പോളുകൾ ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ എത്രയാ? 2. ഇതങ്ങോട്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോ, കാൽക്കുലേറ്റർ ചെയ്താൽ മതിയല്ലോ. ഇസ് ഈക്വൽ ടു എത്രയാ ആൻസർ വരിക? 624 വോൾട്ട്. കഴിഞ്ഞു. ഇത്ര സിമ്പിളുള്ളൂ. ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റൻ ഒക്കെ ആയിട്ട് വരാം, ഇങ്ങേറ്റം 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് വരാം. ഓക്കെ. അപ്പോൾ EMF ഇക്വേഷനായിട്ട് ബന്ധപ്പെട്ട് ഒരു ഇക്വേഷൻ ചോദിക്കുമ്പോൾ EG ഒരു പാരാമീറ്റർ, 5 Z N P A 1 2 3 4 5 6 പാരാമീറ്റർ ഉണ്ട്. ഈ 6 ഏതെങ്കിലും 5 എണ്ണം തരും, 6ാമത്തെ കണ്ടുപിടിക്കാൻ പറയും. മനസ്സിലായി? എപ്പോഴും റൈറ്റ് സൈഡിലത്തെ കംപ്ലീറ്റ് തന്നിട്ട് EG കണ്ടുപിടിക്കലാവില്ല. ഇനി EG തരും, 5 തരും, P തരും, N തരും, Z കണ്ടുപിടിക്കാൻ പറയും. അല്ലെങ്കിൽ ഈ പറയുന്നിടത്ത് EG തന്നിട്ട് അതിൽ ഏതെങ്കിലും പാരാമീറ്ററുകൾ തരും, ഏതെങ്കിലും ഒരു പാരാമീറ്റർ മാത്രം തന്നിട്ടുണ്ടാവില്ല. അങ്ങനെയും ചോദ്യങ്ങൾ വരാം. എപ്പോഴും EG കണ്ടുപിടിക്കൽ മാത്രമാവില്ല ക്വസ്റ്റ്യൻ. നിങ്ങൾ ഒരു സംശയം വിചാരിക്കേണ്ട. ഫസ്റ്റ് EG is equal to 5Z/16 × P/N എന്ന് എഴുതാം. അറിയാവുന്നതിന്റെ വില അതിന്റെ സ്ഥാനത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അറിയാത്തത് മാത്രം അവിടെ നിർത്തുക, ബാക്കിയുള്ളത് പുറത്തേക്ക് കൊണ്ടുവരിക, സംഗതി അവസാനിപ്പിക്കുക. ഇങ്ങനെയാണ് അത് ചെയ്യേണ്ടത്. ഇതിലൊരു പ്രോബ്ലം കൂടി നമുക്ക് നോക്കാം. A 6-pole lap wound DC generator. A 6-pole lap wound DC generator has 600 conductors on its armature. അതിന്റെ ആർമേച്ചറിൽ 600 കണ്ടക്ടറുകൾ ഉണ്ടെന്ന്. ദ ഫ്ലക്സ് പെർ പോൾ ഈസ് 0.02 വെബർ. 600 കണ്ടക്ടേഴ്സ് ഉണ്ട്. നേരത്തെ പോലെ ടോട്ടൽ കണ്ടക്ടേഴ്സിന്റെ എണ്ണം കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നേരിട്ട് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. ഫ്ലക്സ് പെർ പോൾ ഈസ് 0.02 വെബർ എന്ന് പറഞ്ഞിട്ടുണ്ട്. Calculate the speed at which generator must be run. Calculate the speed at which the generator must be run to generate 300 volt. 300 volt ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര സ്പീഡിൽ റൺ ചെയ്യണം? കണ്ടോ, ഇവിടെ EG തന്നിട്ടുണ്ട്. എത്ര സ്പീഡിലാണ് റൺ ചെയ്യണമെന്ന് കണ്ടുപിടിക്കണം. മറ്റത് അങ്ങനെയല്ല. ഇത്ര 1200 തൊട്ട് മുന്നിലത്തെ പ്രോബ്ലത്തിൽ തന്ന എന്താ? ഇന്ന സ്പീഡിൽ റൺ ചെയ്യണം, EG കണ്ടുപിടിക്കണം. ഇവിടെ അങ്ങനെയല്ല. EG തന്നിട്ടുണ്ട്. ഒരു ജനറേറ്റർ 300 വോൾട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ എത്ര സ്പീഡിൽ അത് റൺ ചെയ്യാം? 300 വോൾട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എത്ര സ്പീഡിൽ റൺ ചെയ്യണം? കാൽക്കുലേറ്റ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ദ സ്പീഡ് അറ്റ് വിച്ച് ദ ജനറേറ്റർ മസ്റ്റ് ബി റൺ ടു ജനറേറ്റ് 300 വോൾട്ട്. ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്നത് കേട്ടോ ലാപ്പ് വൗണ്ടിന്റെ കേസ്. അപ്പൊ 2 സിറ്റുവേഷൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് വുഡ് ബി ദ സ്പീഡ് ഇഫ് ദ ജനറേറ്റർ വിത്ത് വേവ് വൗണ്ട്. അപ്പൊ ലാപ്പിലാണെങ്കിൽ ഈ മെഷീൻ എത്ര സ്പീഡിൽ റൺ ചെയ്യണം? വേവിലാണെങ്കിൽ ഈ മെഷീൻ എത്ര സ്പീഡിൽ റൺ ചെയ്യണം? ഫസ്റ്റത്തെ കേസ് എടുത്തു. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ സ്പീഡ് അറ്റ് വിച്ച് ജനറേറ്റർ മസ്റ്റ് ബി റൺ. അപ്പൊ ലാപ്പിന്റെ ക്വസ്റ്റ്യൻ ആദ്യം എടുത്തു. മെഷീൻ ലാപ്പ് വൈൻഡിങ് ആണ് നിൽക്കുക. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. ലാപ്പ് മെഷീൻ ലാപ്പിലാണെങ്കിൽ എന്താ തന്നെ 6 പോൾ P is equal to 6. 600 കണ്ടക്ടേഴ്സ് ഓൺ ഇറ്റ്സ് ആർമേച്ചർ. ആർമേച്ചറിൽ കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. നേരിട്ട് തന്നിട്ടുണ്ട്. മറ്റോടത്തെ പോലെ മൾട്ടിപ്ലൈ ചെയ്തൊന്നും കണ്ടുപിടിക്കേണ്ട. Z is equal to 600. മറ്റോടത്ത് ഇത്ര സ്ലോട്ട്, ഒരു സ്ലോട്ടിൽ ഇത്ര കണ്ടക്ടേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മളത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കണ്ടുപിടിച്ചു. ഇവിടെ നേരിട്ട് കണ്ടക്ടേഴ്സ് തന്നിട്ടുണ്ട്. അപ്പൊ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പൊ Z is equal to 600. The flux per pole is 0.02 വെബർ. ഇത് മില്ലി വെബർ എന്നൊക്കെ തന്നേച്ചാൽ ഇൻറ്റു 10⁻³ എന്ന് എടുക്കണം കേട്ടോ. ഇതിൽ തന്നിട്ടില്ല. മൈക്രോ വെബർ എന്നൊക്കെ തന്നേച്ചാൽ ഇൻറ്റു 10⁻⁶ എന്ന് എടുക്കണം. മില്ലി ആച്ച ഇൻറ്റു 10⁻³ എന്ന് എടുക്കണം. ഇവിടെ ഫ്ലക്സ് 0.02 വെബറിനെ തന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ തന്നെ എടുത്തു. ഫ്ലക്സ് പെർ പോൾ ഈസ് 0.02 വെബർ. കാൽക്കുലേറ്റ്. ഇപ്പൊ ഞാൻ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യണം കേട്ടോ. ദ സ്പീഡ് അറ്റ് വിച്ച് ജനറേറ്റർ മസ്റ്റ് ബി റൺ. എത്ര സ്പീഡിലാണ് റൺ ചെയ്യേണ്ടത്? ടു ജനറേറ്റ് 300 വോൾട്ട്. ജനറേറ്റ് ചെയ്യുന്ന വോൾട്ട് 300 വോൾട്ട് ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര സ്പീഡിൽ റൺ ചെയ്യണം? N ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അത് ആദ്യം ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആദ്യം ചെയ്യാം. എങ്ങനെയാ? നമുക്കറിയാവുന്ന ഗിവൺ ഡാറ്റാസ് എഴുതി. ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? EG is equal to 5ZN/60 ഇൻറ്റു P/A. ഒന്നാമത്തെ ആൻസർ ആണ്. EG എത്രയാ? 300 is equal to 5 എത്രയാ? 0.02. ക്ലിയർ? ഇൻറ്റു അല്ലേ? Z എത്രയാ? Z തന്നിട്ടുണ്ട് 600
എൻ എത്രയാ അറിയില്ല, എത്ര സ്പീഡിലാണ് റൺ ചെയ്യണമെന്നല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേ. ഇൻറ്റു പി എത്രയാ, പി നമ്പർ ഓഫ് പോൾസ് തന്നിട്ടുണ്ട് 6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ എത്രയാ, എ എന്ന് വെച്ചാൽ ലാപ്പില് എ ഇസ് ഈക്വൽ ടു പി ഇസ് ഈക്വൽ ടു 6. പിയുടെ വാല്യൂ 6 ആണെങ്കിൽ എയുടെ വാല്യൂ 6. അപ്പൊ ഇതൊക്കെ വെട്ടിപ്പോവേ നിങ്ങളെ കാൽക്കുലേറ്റർ ഒറ്റയടിക്ക് ചെയ്യും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടണ്ടേ, എൻ ഇവിടെ നിർത്തണം അല്ലേ. അപ്പൊ എൻ ഇസ് ഈക്വൽ ടു എന്താ പറയുക, 300 ഇവിടെ ഉണ്ട്. ഈ 60 ഇൻറ്റു 6 മുകളിലേക്ക് വരും അല്ലേ, 60 ഇൻറ്റു 6 മുകളിലേക്ക് വരും ഡിവൈഡഡ് ബൈ 0.02 താഴത്തേക്ക് വരും ഇൻറ്റു 600 ഇൻറ്റു 6. ഇതാണ് എന്ന് പറയുന്നത് എൻ. ഓക്കെ, കുറച്ചും കൂടി നീക്കി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാമെങ്കിൽ ഞാനിവിടേക്ക് എഴുതി എൻ ഇസ് ഈക്വൽ ടു 300 ഇൻറ്റു 60 ഇൻറ്റു 6 ബൈ 60 ഇൻറ്റു 6 മുകളിലേക്ക് വന്നു 0.02 ഇൻറ്റു 600 ഇൻറ്റു 6 താഴത്തേക്ക് വന്നു. വെട്ടി ചെറുതാക്കിയിട്ട് ചെയ്തൂടെ, ഈ 6ഉം 6ഉം വെട്ടിക്കളഞ്ഞൂടെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ കാൽക്കുലേഷൻ ചെയ്തോ. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസർ കിട്ടും. എൻ ഇസ് ഈക്വൽ ടു എത്ര കിട്ടുക, 1500 RPM. ആൻസറായി, ഇത്രയേ ഉള്ളൂ. അപ്പോൾ എപ്പോഴും ഇ ജി ഇസ് ഈക്വൽ ടു 5Z/60 ഇ ജി 5Z/NPA 1 2 3 4 5 6 പാരാമീറ്ററിൽ ഏതെങ്കിലും 5 എണ്ണം തരും, 6ാമത്തെ കണ്ടുപിടിക്കാൻ പറയും. എയുടെ വാല്യൂ ചിലപ്പോൾ നേരിട്ട് തന്നിട്ടുണ്ടാവില്ല. ലാപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതുക എ ഇസ് ഈക്വൽ ടു പി ആയിരിക്കും, പോൾസിന്റെ എണ്ണം. വേവ് എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 2. ഇപ്പൊ നമ്മൾ എത്രാമത്തെ ക്വസ്റ്റൻ ചെയ്തേ, ഒന്നാമത്തെ ആൻസറാ ചെയ്തേ, ഒന്നാമത്തെ. ഇനി രണ്ടാമത്തെ 1ന്റെ ആൻസറാ ചെയ്തേ. ഇനി 2, ഇതേ സംഭവം ഇതേ മെഷീൻ 300 വോൾട്ട് ജനറേറ്റ് ചെയ്യണമെങ്കിൽ വേവ് വൈൻഡിങ് ആണെങ്കിൽ എന്താ വ്യത്യാസം വരാന്ന്, വേവ് ഒന്നും വ്യത്യാസമില്ല. ആ എ ഇസ് ഈക്വൽ ടു 2 എന്ന് കൊടുത്താൽ മതി, ബാക്കി ഒരു വ്യത്യാസമില്ല. ഇവിടെ വേവ് എയുടെ വാല്യൂ 6 എന്ന് വന്നോടത്ത് മറ്റോടത്ത് എയുടെ വാല്യൂ 2 എന്ന് കൊടുക്കുക, വേറെ യാതൊരു വ്യത്യാസവും ഇല്ല. എങ്കിൽ കൂടി ചെയ്യാം. ഇ ജി ഇസ് ഈക്വൽ ടു 5Z/60 ഇൻറ്റു പി ബൈ എ. ഇ ജി എത്രയാ, 300. ബാക്കി എല്ലാ പാരാമീറ്ററും ഒരുപോലെയാ. 5 എത്രയാ, 0.02. സെഡ് എത്രയാ, 600. പി എത്രയാ, 6 ഡിവൈഡഡ് ബൈ 60 ഇൻറ്റു എ എത്രയാ, 2. വേവ് ആവുമ്പോൾ എയുടെ വാല്യൂ 2, ലാപ്പ് ആവുമ്പോൾ എയുടെ വാല്യൂ പി. അപ്പൊ മാത്രമേ വ്യത്യാസമുള്ളൂ. ഇവിടെ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ 6 എന്നുള്ളടത്ത് ഇവിടെ നിന്ന് വരും 2. ബാക്കി ചേഞ്ച് ഒന്നുമില്ല. എൻ അറിയില്ല, എന്നെ ഇവിടെ എഴുതിയില്ല കേട്ടോ, സോറി. എന്നിന്റെ വാല്യൂ എഴുതി ഇൻറ്റു എൻ ഇവിടെ നിർത്തി. അപ്പൊ 5 ഇൻറ്റു സെഡ് ഇൻറ്റു പി എൻ അവിടെ അങ്ങനെ തന്നെ എഴുതി ബൈ 60. എന്നെ അവിടെ നിർത്തുമ്പോൾ 300 ഇൻറ്റു 60 ഇൻറ്റു 2 മുകളിലേക്ക് വരും 0.02 ഇൻറ്റു 600 ഇൻറ്റു 6 താഴത്തേക്ക് വരും. സോ എന്നിന്റെ ആൻസർ 500 RPM. എൻ ഇസ് ഈക്വൽ ടു 500 RPM. കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ സ്പീഡാണ് ചോദിച്ചത്. ചിലപ്പോൾ ഫ്ലക്സ് ആവും കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ ഇസഡ് ആവും കണ്ടുപിടിക്കാൻ പറയാം, ചിലപ്പോൾ നമ്പർ ഓഫ് പോൾസ് ആവും കണ്ടുപിടിക്കാൻ പറയാം. അപ്പോൾ ഈ EMFificationആയിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലം തരുമ്പോൾ ഏതെങ്കിലുമൊക്കെ പാരാമീറ്റർ തരും, ഏതെങ്കിലും ഒരു പാരാമീറ്റർ തരില്ല. എയുടെ വാല്യൂ ഒരു പ്രോബ്ലത്തിലും തരാൻ ചാൻസ് ഇല്ല. ലാപ്പ് എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു പി എന്ന് എഴുതുക, വേവ് എന്ന് പറഞ്ഞാൽ എ ഇസ് ഈക്വൽ ടു 2 എഴുതാം. ഇത് 3 or 4 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിക്കുക. എക്സാമിന് 9 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ്. സിമ്പിൾ പ്രോബ്ലം ആണ്. EMFificationആയിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾ എക്സാമിന് എക്സ്പെക്ട് ചെയ്യേണ്ടത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്